ഫുട്ബോൾ മൈതാനത്തേക്ക് ഇറങ്ങുന്ന ഓരോ കുട്ടിയും ഒരു ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സിയോ, കിലിയൻ എംബാപ്പയോ ആകണമെന്ന സ്വപ്നം കാണും. ഗോളുകൾ അടിച്ചുകൂട്ടണം, സ്റ്റേഡിയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കണമെന്ന് കൊതിക്കും. എന്നാൽ ചിലരുണ്ട്, അവർ പന്തിനെ പിന്തുടരില്ല, അവർ കളിയെ പിന്തുടരും, കളിയെ നിയന്ത്രിക്കും. അങ്ങനെ ഒരാളാണ് ഇന്ന് ലോകകപ്പിന്റെ മൈതാന മധ്യത്തിലേക്ക് വിസിലുമായി നടന്നു കയറിയ ഈ സ്ത്രീ, ടോറി പെൻസോ. ടോറിയുടെ പേരിൽ ഗോളുകളില്ല, അസിസ്റ്റുകളില്ല, തിളങ്ങുന്ന കിരീടങ്ങളുമില്ല. എന്നിട്ടും ചരിത്രം ടോറിയെ അടയാളപ്പെടുത്തുന്നു. 14-ാം വയസ്സിൽ വെറുമൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി റഫറിംഗ് ആരംഭിച്ചതാണ് ഈ പെൺകുട്ടി. വർഷങ്ങളോളം ആരും ശ്രദ്ധിക്കാത്ത, ക്യാമറ കണ്ണുകൾ എത്താത്ത ചെളി നിറഞ്ഞ മൈതാനങ്ങളിൽ ടോറി വിസിലൂതി. വിമർശനങ്ങൾ കേട്ടു, ഗ്യാലറികളിൽ നിന്ന് ശകാരങ്ങൾ ഏറ്റുവാങ്ങി. ശരിയായ തീരുമാനങ്ങൾക്ക് പോലും കയ്യടികൾ കിട്ടാത്ത കഠിനമായ ലോകം. പക്ഷെ ടോറി തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ആ വിസിലിനെ പ്രണയിച്ചു, ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്തു. ഒടുവിൽ ലോകകപ്പ് ടോറിയെ തേടി വന്നു. അല്ല, തന്റെ കഠിനാധ്വാനം കൊണ്ട് ടോറി ആ ലോകകപ്പിനെ തേടി പിടിച്ചു. സ്റ്റെഫാനി ഫ്രാപ്പാർട്ടിന് ശേഷം പുരുഷ ലോകകപ്പ് മത്സരത്തെ നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ മാത്രം മുഖ്യ വനിതാ റഫറി. ചെക്ക് റിപ്പബ്ലിക് സൗത്ത് ആഫ്രിക്ക പോരാട്ടത്തിന് തുടക്കമിട്ട ടോറിയുടെ വിസിൽ മുഴങ്ങിയപ്പോൾ അത് വെറും ഒരു മത്സരത്തിന്റെ തുടക്കമായിരുന്നില്ല. 3 പെൺമക്കളുടെ അമ്മ കൂടിയായ ഒരു സ്ത്രീ ലോകത്തിന്റെ മുൻവിധികളോട് പൊരുനേടിയ പതിറ്റാണ്ടുകളുടെ വലിയൊരു സ്വപ്നത്തിന്റെ പ്രകമ്പനമായിരുന്നു ആ വിസിൽ ശബ്ദം. പരിഹാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞ ചരിത്രത്തിന്റെ നെറുകയിൽ വിസിലൂതി നിൽക്കുന്ന ടോറി പെൻസോ ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങളെ തളർത്താൻ ലോകം എത്ര വലിയ പ്രതിരോധം തീർത്താലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം ഈ ലോകം നിങ്ങൾക്ക് മുന്നിൽ വഴിമാറും. ചരിത്രം നിങ്ങൾക്കായി കാത്തിരിക്കുണ്ടാകും. ടോറി പെൻസോയ്ക്ക് തനിനിറം സ്പോർട്സ് ഡെസ്കിന്റെ ബിഗ് സലൂട്ട്.